ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാനൊരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഈ ഒരു മാവ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കരുത്. ഞാനിവിടെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1.25 കപ്പോളം വെള്ളം എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ചും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തേങ്ങയുടെ അളവിനനുസരിച്ചൊക്കെ വെള്ളത്തിന്റെ അളവ് മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മാവ് ഇട്ട് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം നമ്മൾ ഈ ഒരു ദോശ പരത്തി കൊടുക്കാനായിട്ട്. ഇനി ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഓയിലും കൂടെ തൂവി കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. ഓയിലോ നെയ്യൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ച ശേഷമാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് കാരമലൈസ് ആയിട്ട് വരട്ടെ. അതുപോലെ തന്നെ ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ഇതുപോലെ ഇത് മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെയുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. രാവിലെ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ ഇവിടെ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ അവിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളുത്ത അവലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അവിലൊന്നും കയ്യിലില്ലെങ്കിൽ നമ്മൾ ചോറ് ചേർത്ത് കൊടുത്താലും മതി. അതൊരു 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. മൈദ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ഒരുപാട് കൂടി പോകരുത് കേട്ടോ. 1/4 ടീസ്പൂൺ മാത്രം മതിയാവും. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു മിക്സിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് ചെയ്തെടുത്തത് രാത്രിയാണ്. ഇനി നമ്മൾ രാവിലെയാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് നുരഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ രാത്രി മാവ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. രാവിലെയാണ് നമ്മൾ മാവ് അരച്ചെടുക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടി വരും. മാത്രമല്ല അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കും വേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ പാൻ ചൂടായിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിറയെ ഹോള് വന്ന ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത്രയൊക്കെ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കുറച്ച് കുറവായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കര പാനിയാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറുത്ത എള്ളോ കരിഞ്ചീരകമൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ റവയാണ്. അതിൻ്റെ കൂടെ ഒരു നുള്ള് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മുട്ട കഴിക്കാത്തവർക്കൊക്കെ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇത് ചുട്ടെടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് ഓയിൽ മതിയാവും. ഇതുപോലെ ഇതിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ ഒന്ന് തെളിച്ചു കൊടുക്കാം. ഒരു ഭാഗം കുക്കായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ എണ്ണ അതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കറിയൊന്നും വേണ്ടാതെ തന്നെ രാവിലെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മളിതിലേക്ക് ഒരു ചേരുവ മാത്രമേ ഇത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് കൈ നനയാതെ ഇത് കുഴച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പഴം തന്നെ ചിലപ്പോൾ നമുക്ക് മുഴുവനായിട്ടും ആവശ്യം വരില്ല. നമുക്ക് ചേർത്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഒരു 2-3 ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുത്തിട്ട് 2 പീസ് പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പഴം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് 2-3 തവണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പ് പൊടി ഞാനിവിടെ 2 തവണയായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ 2 തവണ ഇതുപോലെ അടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാർ തന്നെ ചെയ്തെടുക്കണം. ഇത് പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 10 സെക്കൻഡ് ഇങ്ങനെ നിർത്തി ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ പുട്ടിന് കുഴച്ചെടുക്കുന്ന പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ അല്ലാതെ ഇതിലേറെ കുറച്ചും കൂടെ നനഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അരിപ്പൊടി കൊണ്ട് പുട്ട് തയ്യാറാക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഒന്ന് നനവായിട്ട് വേണം കേട്ടോ ഗോതമ്പ് പൊടി കൊണ്ട് ചുട്ടെടുക്കുമ്പോൾ. അതല്ലെങ്കിൽ നമ്മൾ പുട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് അതിങ്ങനെ ഡ്രൈ ആയിട്ട് പൊടിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് നനവ് വേണം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് നനവായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതെല്ലാം നനവ് കുറവായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു കഷ്ണം പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതും ഇവിടെ നന്നായിട്ട് തന്നെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ രണ്ടാമത്തെ പേച്ചിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ കൂടെ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റിയിലേക്ക് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തേങ്ങയും പിന്നെ പൊടിയുമായിട്ട് സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിപ്പുട്ട് ചുട്ടെടുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ കൂടുതൽ സമയം ഇത് വേവിച്ചെടുക്കണം കേട്ടോ, ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ആവി വന്ന ശേഷം ഒരു 6-7 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ നമുക്ക് ചോറൊന്നും ചേർക്കാതെ പൊടിയൊന്നും വറുക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു പഞ്ഞി പോലെയുള്ള പുട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഇനി സ്കൂളിൽ ഇട്ടിരുന്ന മക്കൾക്ക് ഒന്നും കടിയില്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാനും കഴിയും കേട്ടോ. നൂൽ പൊറാട്ടയുടെ പോലെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ റെസിപ്പി കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്കിത് സെയിം ആയിട്ട് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. മൈദയൊന്നും കഴിക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. ഇതിലേക്ക് 1 മുട്ടയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണുള്ളത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസും ആയി പോവരുത്, എന്നാൽ നല്ല തിക്കും ആവരുത് കേട്ടോ. ഇനി ഇതൊരു കവറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മാവ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ചെറിയ ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാനിവിടെ പുട്ടുപൊടി വാങ്ങിച്ചിട്ടുള്ള ഒരു കവറാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു പകുതിയോളം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നൂൽ പൊറാട്ടയുടെ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തിന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുപ്പി കൊണ്ടാണ് നിങ്ങൾ തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ കുപ്പിയിലേക്ക് മാവ് ഒഴിച്ചിട്ട് അടുപ്പിൽ ഒന്ന് ഹോളിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു വശം ഒന്നിങ്ങനെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഒരല്പം ഓയിലും കൂടെ തടവി കൊടുക്കുക. എന്നിട്ടിത് മറിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ 2 വശം നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ മൊരിയിപ്പിച്ചെടുത്ത് ചൂടോടുകൂടെ കഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ.
അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ. ഗോതമ്പ് ദോശയും മൈദ ദോശയും ഒന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് വരെ ഇത് നല്ല ഇഷ്ടത്തോടെ അവർ കഴിച്ചോളും. കാരണം ഇതിങ്ങനെ തിന്നായിരിക്കുമ്പോൾ തന്നെ മുരിഞ്ഞു വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. മടിയുള്ള ദിവസങ്ങളിലും തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. കിഴങ്ങും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കാം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. അപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ സവോളയാണ്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം മല്ലിയില കൂടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കിയ മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ ഒരു 1.5 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് ചുട്ടെടുക്കണം. അപ്പോൾ ഇനി ഞാനിതിലേക്ക് 1 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് തീ കുറച്ച് വെക്കാം. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് ഈ ഒരു തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കാം കേട്ടോ. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതൊരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം.